ഹലോ നമസ്കാരം. ട്രസ്റ്റഡ് ബേർഡ്സ് അരുണാണ് സംസാരിക്കുന്നത്. കുറച്ച് ദിവസമായി യൂട്യൂബിൽ വന്നിട്ട് ഇന്ന് നമ്മൾ മുന്നോട്ട് വന്നേക്കുന്ന ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. അയ്യന്തോൾ കളക്ട്രേറ്റിന് സമീപം ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. കളക്ട്രേറ്റിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ തന്നെയാണ്. അതായത് അയ്യന്തോൾ ടു വെസ്റ്റ് ഫോർട്ട് റോഡിൻ്റെ സമീപം തന്നെയാണ്. ഓക്കെ, 3 ബെഡ്റൂമാണ്. 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗ്രൗണ്ട് ഫ്ലോർ വീട് പോലത്തെ ഒരു സെറ്റപ്പാണ്. കാരണം ബാക്ക് സൈഡൊക്കെ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വഴി കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഹയാത്ത് റീജൻസിയുടെ നേരെ ഫ്രണ്ടിലാണ്. അതായത് പൂങ്കുന്നത്ത് നിന്ന് ഗുരുവായൂർ റോഡിലേക്ക് വരുമ്പോൾ നിപ്പോൺ ടൊയോട്ട കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കുള്ള വഴി നമ്മുടെ അയ്യന്തോൾ ടു കളക്ട്രേറ്റ് വെസ്റ്റ് ഫോർട്ട് വഴി. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഹയാത്ത് ഇതിൻ്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിപ്പോൾ ഹയാത്ത് റീജൻസിയാണ്. ഓക്കെ, ഇവിടുന്ന് ആകെ അയ്യന്തോളിലേക്ക് അറിയാലോ. ഈ പറഞ്ഞ പോലെ കുറച്ച് എല്ലാം അടുത്താണ്. ഹയാത്ത്, പിന്നെ ഇതേപോലെ ഹയാത്ത് റീജൻസി, ലുലു കൺവെൻഷൻ സെൻറ്റർ, പിന്നെ അയ്യന്തോളിലേക്ക് പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ, പിന്നെ സ്കൂൾ സൗകര്യമാണെങ്കിൽ അമൃത വിദ്യാലയം സ്കൂള് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അമൃത വിദ്യാലയം സ്കൂളാണ്. അമൃത വിദ്യാലയം സ്കൂള് ഇവിടുന്ന് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അയ്യന്തോൾ ഗ്രൗണ്ടായി. അപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ ഗുരുവായൂർ റൂട്ടിൽ നിന്ന് എടുത്തിട്ട് വരുമ്പോഴാണ് ഈ വഴി. അല്ലെങ്കിൽ നമുക്ക് വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒറ്റ റോഡാണ്. ഓക്കെ, വലിയ ദൂരമൊന്നുമില്ല. അതായത് നമ്മുടെ വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് ആകെ ഒരു 500 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഈ നമ്മുടെ പ്രോപ്പർട്ടിക്ക്. ടൗൺ സമീപം. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് സ്വരാജ് റൗണ്ടിലേക്കൊക്കെ ആണെങ്കിൽ വെറും ഈ പറഞ്ഞ പോലെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ. വൺ വേ ചുറ്റി പോണതിൻ്റെ ഒരു ഡിസ്റ്റൻസ് മാത്രം. പിന്നെ ഫ്ലാറ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഈ പറഞ്ഞ ഒരു ഫോറിനിലും എബ്രോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും കൺവീനിയൻ്റ് ആയിരിക്കും നമ്മളിങ്ങനെ വഴി അടക്കം ഡീറ്റെയിൽസ് പറഞ്ഞു പോകുമ്പോൾ അവർക്ക് കൃത്യം പറഞ്ഞാൽ നേരിട്ട് വന്ന് കാണേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ അയ്യന്തോൾ ഗ്രൗണ്ട് എത്താറായി. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ അയ്യന്തോൾ ഗ്രൗണ്ടായി. പിന്നെ സ്കൂൾ സൗകര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കോളേജാണെങ്കിൽ ലോ കോളേജ് വരുന്നുണ്ട്. അയ്യന്തോൾ ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റ് ലോ കോളേജ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, +1 +2 10th അടക്കം +1 +2 വരെയുള്ള ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് സിലബസ് സ്കൂള്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യമുണ്ട്. അയ്യന്തോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂങ്കുന്നം പോലെ തന്നെ ഒരു, അതായത് എല്ലാ ഈ അയ്യന്തോൾ, പൂങ്കുന്നം, പൂത്തോൾ, പാട്രാക്കിൽ ഇതൊക്കെ തൃശ്ശൂരിൻ്റെ ഹൃദയ ഭാഗങ്ങളാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ സെയിലാക്കി തരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കാര്യം അറിയാം. നമുക്ക് നിങ്ങൾ ഒരു ബ്രോക്കറേജും 0% കമ്മീഷൻ തന്നെയാണ്. എല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയാണ്, നമ്മളാണ് വിൽക്കാൻ എല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു തരിക എന്നല്ലാണ്ട് നിങ്ങളുടെ ഈ റേറ്റിൻ്റെ മുകളിലേക്ക് ഞങ്ങളൊന്നും വാങ്ങില്ല. ഇതിപ്പോൾ അയ്യന്തോൾ ഗ്രൗണ്ടാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അയ്യന്തോൾ, ഞാൻ പറഞ്ഞ പോലെ ലോ കോളേജ് സ്കൂള് കാര്യങ്ങളൊക്കെ, അയ്യന്തോൾ സ്കൂളും കാര്യങ്ങളൊക്കെ. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ് സൗകര്യങ്ങൾക്കൊക്കെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ ഉണ്ട്. അതിൻ്റെതാണ്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കളക്ട്രേറ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് കളക്ട്രേറ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും കളക്ട്രേറ്റിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ള വഴിയാണ്. ഈ നേരെ കാണുന്നത് കളക്ട്രേറ്റ് ആണ്. നമുക്ക് ഈ ഒരു ജംഗ്ഷന്ന്, ഈ ഒരു മൂന്നോടി ജംഗ്ഷന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ്. ഓക്കെ, ഞാൻ മുന്നേയും ഇവിടുത്തെ ഒരു ഫ്ലാറ്റിൻ്റെ വീഡിയോ ഒരു 3 ബെഡ്റൂം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്രയ്ക്ക് ഉള്ളിൽ പോകേണ്ടതാണ്. ഈ വഴി കയറിയതും ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഓക്കെ, ഒരു G+2 ഫ്ലാറ്റാണ്. ഞാൻ പറഞ്ഞു, നല്ല മെയിൻ്റെനൻസിൻ്റെയോട് കൂടിയിട്ട് നല്ല അസോസിയേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു ഫ്ലാറ്റാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫ്ലാറ്റാണ്. അപ്പോൾ നമുക്ക് ആ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഉള്ളത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ,
വരുമ്പോൾ ഡൈനിങ്ങിലാണ് നിൽക്കുന്നത്. ഈ ഡൈനിങ്ങിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മുടെ 3 ബെഡ്റൂം, റൈറ്റിലേക്കാണ് കിച്ചൺ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പൊ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം കൂടി വരുന്നത്. ഓക്കെ, ആ ബെഡ്റൂമിൽ വരുമ്പോൾ നമുക്കൊരു വാഷ് ബേസിനാണ്. ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ പിന്നെയും ലെഫ്റ്റിലേക്കാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നത്. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഈ ബെഡ്റൂമും 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ചില ഫ്ലാറ്റുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാവരും ഉണ്ടാവില്ല. ഇതിൽ 3 അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇതിന് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി അടുത്ത ബെഡ്റൂം വരും. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബെഡ്റൂം. ഓക്കെ, ഇതിന് മാസ്റ്റർ ബെഡ്റൂം ഇതല്ല, ആദ്യം കാണിച്ചാണ് മാസ്റ്റർ ബെഡ്റൂം. കുറച്ച് ലൈറ്റും കാര്യങ്ങളും കൂടിയിട്ട് ഇതിനെല്ലാവരും വാട്ടറിന്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ചെയ്യേണ്ടത് വരുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മുടെ വാഷേഴ്സും കാര്യങ്ങളും തിരിച്ച് നമ്മൾ ലിവിംഗിലേക്ക് ഇവിടെ നിന്നാണ് നമുക്ക് പിന്നെ നമ്മുടെ കിച്ചൺ സ്പേസ് വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറയാൻ പറ്റണം. മിക്ക ഫ്ലാറ്റിലും ഉണ്ടാവാത്തൊരു നെഗറ്റിവിറ്റി വരും. അതാണ് ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലാറ്റിൽ കൂടെ. അതാണ് എല്ലാ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലാറ്റിലും അത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇത് നമ്മുടെ കിച്ചണിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസാണ്. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടേതായ സ്പേസാണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറുകാർക്ക് ഉള്ള ഒരു നമുക്ക് ഒക്യുപ്പൈ ചെയ്യാനുള്ള, നമുക്ക് ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള നമുക്കുള്ള സ്പേസ്. കോമൺ സ്പേസ് ആണെങ്കിലും ഇത് നമ്മളാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളവർക്ക് ഒരു ബെനിഫിറ്റ് അതാണ്, അഡ്വാൻറ്റേജ് അതാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലക്കുകല്ലാണെങ്കിലും ഇപ്പോൾ തുണി തോരാനിടാണെങ്കിലും മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് തുണി തോരായിടാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. മുകളിൽ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്, മുകളിലും ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ മുകളിൽ സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇതിന് നമുക്ക് ഇൻഡിവിജ്വൽ കാർ പാർക്കിംഗ് വരുന്നുണ്ട്. പല ഫ്ലാറ്റിലും ഇൻഡിവിജ്വൽ കാർ പാർക്കിംഗ് വരുന്നില്ല. പക്ഷെ ഈ ഫ്ലാറ്റിൽ നമുക്ക് ആധാരത്തിൽ മെൻഷൻഡ് ആണ് നമുക്ക് നമ്മുടെ പാർക്കിംഗ് അവിടെയാണ് വരുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 3 ദിവസം ഫുഡ് വേസ്റ്റ് കോർപ്പറേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോകും. മുകളിൽ കത്തിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ഇറങ്ങി നടക്കണമെങ്കിൽ കൂടെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെയാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഫ്ലാറ്റ് അല്ല. ഇതിന് 3 ബ്ലോക്ക് ഉണ്ട്. ABC എന്ന് പറഞ്ഞ ബ്ലോക്കാണ്. നമ്മുടെ ബ്ലോക്ക് 7ആണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒന്നുമില്ല. ഗ്രൗണ്ട് ഫ്ലോറിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലിഫ്റ്റിലേക്ക് കൂടെ. ഇപ്പം ഇന്നത്തെ ഈ ബഡ്ജറ്റിൽ വരുന്ന 3 ബെഡ്റൂം ഫ്ലാറ്റ്, അതായത് 3 ബെഡ്റൂമിന് ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ 3 ബെഡ്റൂമിൻ്റെ റേറ്റ് 85 to 90 മുകളിലായിരിക്കും. പക്ഷെ ഇവിടെ 45 ലക്ഷം രൂപ മാത്രമേ ഈ ഫ്ലാറ്റിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ G+2 അപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യുന്നു. കാരണം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇതാകെ 10 വർഷം മാത്രമേ പഴക്കമുള്ളൂ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ സപ്തവർണ ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റാണിത്. സപ്തവർണ ബിൽഡേഴ്സിൻ്റെ ശ്രീഭരണ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. പിന്നെ മെയിൻ്റനൻസ് മന്ത്ലി അല്ലേ വരുന്നത്. ഒരു വർഷത്തേക്ക് 10,000 rupees പെർ ഇയർ 10,000 rupees നമുക്ക് മന്ത്ലി അല്ലേ ചാർജ് വരുന്നത്. അപ്പോൾ കൂടെ നോക്കുമ്പോൾ ഒരു മാസം നമുക്ക് 1000 രൂപ കൂടെ വരുന്നില്ല, 1000-ൻ്റെ അടിയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പക്കയാണ്. എല്ലാം നമ്മൾ ലീഗലി നോക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ബ്രോക്കറേജോ കമ്മീഷനോ ഒന്നുമില്ല. 0 കമ്മീഷനാണ്. നമ്മൾ പറയുന്ന റേറ്റാണ്. അതിൻ്റെ മുകളിലേക്ക് 1 രൂപ നിങ്ങൾ തരേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറയുന്ന റേറ്റ് കറക്റ്റ് കൺഫേംഡ് ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റേറ്റിൽ അങ്ങോട്ട് നിങ്ങൾ കോംപ്ലിമെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ട്. പെയിൻറ്റിങ്, പിന്നെ ഇലക്ട്രിക്കൽ, പ്ലംബിങ് കാര്യം മൊത്തത്തിലൊരു മെയിൻ്റെനൻസ് വർക്ക്, കർട്ടൻ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്ലിമെൻ്റ് ആയിട്ട് ചെയ്തു തരും. പിന്നെ നിങ്ങൾ വന്ന് അത് ഫ്ലാറ്റ് കാണും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നേരെ സംസാരിച്ച് നമുക്ക് റെഡിയാക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഫ്ലാറ്റുകളുണ്ട്. നമ്മുടെ കയ്യിൽ അങ്ങനെ കുറേ ഫ്ലാറ്റ് ഇല്ലെങ്കിൽ കൂടെ കുറച്ച് ഫ്ലാറ്റ് ഉണ്ട്. കാരണം നമ്മൾ ബ്രോക്കർമാരും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ഫ്ലാറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള തോന്നൽ നമുക്ക് വന്നാൽ മാത്രമേ നമ്മളത് സെയിൽ ചെയ്യാൻ എടുക്കൂ. ഓക്കെ, എൻ്റെ നമ്പർ 8943333633. ഇനിയിപ്പോൾ അത് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ 9746260300. രണ്ടിലും വാട്സാപ്പ് അവൈലബിൾ ആണ്. രണ്ടിലും ഇനിയിപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ നിങ്ങൾക്കിപ്പോൾ പൊതുവെ ഈ ഒരു ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ഫ്ലാറ്റിനാണെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സാധാരണക്കാർക്ക് ഒരു പാർപ്പിടം, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.